Good morning, everyone. So today we can discuss the rest of the chapter. So we are going to discuss about total quality management. So as the name suggests, total quality management. മൂന്ന് വാക്കുകളുണ്ട്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇപ്പോൾ ടോട്ടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദി ഹോൾ, മൊത്തത്തിലുള്ളത്. ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡിഗ്രി ഓഫ് എക്സലൻസ്. ക്വാളിറ്റി ഓഫ് എ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡിഗ്രി ഓഫ് എക്സലൻസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ ദ ഡിഗ്രി ഓഫ് എക്സലൻസ് ഓഫ് എ സർവീസ്. അതാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ആർട്ട് ഓർ ആക്ട് ഓഫ് പ്ലാനിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അതൊക്കെയാണ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് മീനിങ് കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് TQM or total quality management is the art of managing the whole to achieve excellence. Managing the whole to achieve excellence. So TQM means managing the whole to achieve the excellence of quality. അതാണ് ഈ TQM എന്നുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ TQMൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് ഒരു 5 കൺസെപ്റ്റുകൾ നമുക്ക് ഷോർട്ടായിട്ട് കൊടുക്കാം. ഒന്ന്, പ്രൊഡ്യൂസ് ക്വാളിറ്റി വർക്ക് ദ ഫസ്റ്റ് ടൈം. നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുമെങ്കിൽ പോലും നമ്മൾ ആദ്യം കൊടുക്കുന്ന ആ ഒരു വർക്ക് എഫേർട്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ളതാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. And all the focus is on customer to give him a quality product. Have a strategic approach to improvement. ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് വേണം. സ്ട്രാറ്റജി മീൻസ് ഓൾവേസ് എ പ്ലാൻ വിച്ച് ഈസ് മെയ്ഡ് ടു ബീറ്റ് ദ കോമ്പറ്റീറ്റർ. അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കോമ്പറ്റീഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജിക് അപ്രോച്ച് വേണം ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കേസിൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇമ്പ്രൂവ് കണ്ടിന്യൂസ്ലി. നമ്മളൊരു പർട്ടിക്കുലർ മാർക്കിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ബി കൺഫൈൻഡ് ബൈ ദാറ്റ് പോയിൻറ്റ്, വി ഷുഡ് ഗോ ബിയോണ്ട് ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് എൻകറേജ് മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് ടീം വർക്ക്. ബിക്കോസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനുള്ള എല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് ടീം വർക്കിനെ എൻകറേജ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും TQMൻ്റെ കൺസെപ്റ്റുകൾ. ഡെഫിനിഷൻ പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും TQM, Total Quality Management, as the name suggests, it gives more importance to the quality. ഒരു ക്വാളിറ്റി സെൻറ്റേഡ് ആയിട്ടുള്ള സംഗതിയാണ് ഈ TQM എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനോടുകൂടി ടോട്ടൽ ക്വാളിറ്റി സെൻറ്റർ, നമ്മൾ ക്വാളിറ്റിയെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനോടുകൂടി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ TQM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് ഡെഫിനിഷൻസ് നോക്കാം. It has been defined as an integrated organizational effort. That means the participation of everyone is there, designed to improve the quality at every level. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോസസ്സിലുള്ള ഈച്ച് ആൻഡ് എവറി ലെവലുകളിൽ നമ്മൾ എല്ലാവരുടെ പാർട്ടിസിപ്പേഷനോടുകൂടി നമ്മൾ ആ ഓരോ ലെവലിലും ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്നതിനാണ് ഈ TQM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് പെർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് TQMനെ? ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് അപ്രോച്ച് for an organization centered on quality and importance, based on the participation of all its members and aiming at long-term success through customer satisfaction and benefits to all members of the organization and to the society. അപ്പോൾ TQM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി സെൻറ്റേഡ് ആണ്. ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദി ക്വാളിറ്റി, പാർട്ടിസിപ്പേഷൻ ഓഫ് എവരി വൺ ഈസ് എൻഷ്യൂർഡ് ആൻഡ് ക്വാളിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് എവരി ലെവൽ. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് വഴിയായിട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എയിം ചെയ്യുന്നു. അതുവഴിയായിട്ട് ബെനിഫിറ്റ്സ് നമ്മുടെ കമ്പനിയുടെ അകത്തുള്ള ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റേർണൽ എംപ്ലോയീസിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൊടുക്കുക, അതുവഴിയായി സൊസൈറ്റിക്കും കൊടുക്കുക. ഇതൊക്കെയാണ് TQM എന്നുകൊണ്ട്. സോ ദി ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദി കമ്പനി ആസ് വെൽ ആസ് ദി സൊസൈറ്റി, ഡെവലപ്മെൻറ്റ് ഓഫ് ദി കസ്റ്റമേഴ്സ് ആസ് വെൽ ആസ് ദി എംപ്ലോയീസ്. അതാണ് TQM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി ക്വാളിറ്റി അറ്റ് ഈച്ച് ആൻഡ് എവറി ലെവൽസ് ഓഫ് ദി പ്രോസസ്സ്. TQMൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ എ കമ്മിറ്റഡ് മാനേജ്മെൻറ്റ്. ആ ഒരു പ്രോസസ്സ് TQM എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി നീഡ് എ കമ്മിറ്റഡ് ആൻഡ് ഫുള്ളി ഡിവോട്ടഡ് മാനേജ്മെൻറ്റ് ഫോർ ദാറ്റ്. ആൻഡ് അഡോപ്റ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് അബൌട്ട് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അത്തരത്തിലൊരു TQM നമ്മൾ കമ്പനിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുള്ളി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിന് നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ അഡോപ്റ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദിസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഒരു ക്ലോസർ കസ്റ്റമർ റിലേഷൻഷിപ്സ് വേണം, ക്ലോസർ പ്രൊവൈഡർ റിലേഷൻസ് ലൈക്ക് സപ്ലയേഴ്സും ഒക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ വേണം.
ബെഞ്ച് മാർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ബെഞ്ച് മാർക്കിംഗ് ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി ലെവൽ നമുക്ക് ഓരോ ആക്ടിവിറ്റിക്കും നമ്മൾ ബെഞ്ച് മാർക്ക് വെക്കണം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ടോ എത്തുന്നില്ലെങ്കിൽ കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ നടത്തണം. ഇൻക്രീസ്ഡ് ട്രെയിനിങ് കൊടുക്കണം. കാരണം വി ആർ ഫോക്കസിങ് ഓൺ ക്വാളിറ്റി. സോ ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് ആണ്. സോ റിഗറസ് ആൻഡ് കണ്ടിന്യൂസ് ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ. ആൻഡ് ഓപ്പൺ ഓർഗനൈസേഷൻ. TQM എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരുടെ പാർട്ടിസിപ്പേഷനും എൻഷുർ ചെയ്യുന്നൊരു ഒരു മാനേജ്മെൻറ്റ് മോഡലാണ്. സോ ദർ ഷുഡ് ബി ആൻ ഓപ്പൺ ഓർഗനൈസേഷൻ ആൻഡ് ദർ ഷുഡ് ബി എൻകറേജ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ആൻഡ് എംപ്ലോയി എംപവർമെൻറ്റ്. Employee is given some importance and they have given a thought that they are something for the organization. അവർ എന്തൊക്കെയാണ് എന്നൊരു തോന്നൽ അവരിൽ തന്നെ ജനിപ്പിച്ച് അവരിൽ തന്നെ ഒരു എംപ്ലോയി എംപവർമെൻറ്റ് ഉണ്ടാക്കി സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് ഫ്ലെക്സിബിൾ പ്രൊഡക്ഷൻ. നമ്പർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷനിൽ എയിം ചെയ്യാതെ അതിൽ കുറച്ച് വേരിയേഷൻസോ ഫ്ലക്ച്വേഷൻസോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. സോ ദ ഫ്ലെക്സിബിൾ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ഈസ് ഫ്ലെക്സിബിൾ. ആൻഡ് പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്സ്. ഈച്ച് ആൻഡ് എവറി പ്രോസസ് ഈസ് സബ്ജക്റ്റഡ് ടു വാട്ട് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്സ് ആൻഡ് പ്രോസസ് മെഷറിങ് ഓൾസോ. ഒരു പ്രോസസ്സ് അതെങ്ങനെയാണ്, എത്ര സമയം കൊണ്ടാണ് കംപ്ലീറ്റ് ആവുന്നത്, മെഷീൻ റണ്ണിങ് ടൈം എന്താണ്, അങ്ങനെയുള്ള പ്രോസസ് മെഷറിങ്ങും ഈ TQMൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നതാണ്. സോ ദീസ് ഓൾ ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് TQM. Now we can see some of the major benefits of TQM. We are getting improved quality products. Employee participation is ensured and they are encouraged. Teamwork is encouraged. Working relationship will improve definitely because a jovial atmosphere will be there in the organization, and definitely the customer is getting improved quality products, so customer satisfaction will be there, and employee satisfaction, their needs and wants are catered well, so employee will also be satisfied. The productivity level will increase because the employee is satisfied and they are a group of self-motivated people, so definitely the productivity will increase. And there will be good communication. It is an open organization, so there will be good communication everywhere. Profitability and market share will definitely increase when the customer is satisfied, employee is satisfied, and when the productivity increases. ഇതൊക്കെയാണ് TQMൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ്. Now we are moving on to some of the important stages in the implementation of TQM in an organization. ഇപ്പോൾ preparing for TQM, stages or phases in the implementation of TQM. So there is a 5-phased guidelines for implementing total quality management. ഒരു 5-phased ഒരു ഗൈഡ് ലൈൻ ആണുള്ളത്. ആ 5 phases ഏതൊക്കെയാണ്? ഒന്നാമത്തത് പ്രിപ്പറേഷൻ, പ്ലാനിങ്, അസസ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ പ്രിപ്പറേഷൻ എന്താണെന്നുള്ളത് നോക്കാം. പ്രിപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ഹാവ് എ തോട്ട് ദാറ്റ് വെദർ വി നീഡ് ടു ഇംപ്ലിമെൻറ്റ് TQM ഇൻ അവർ ഓർഗനൈസേഷൻ ഓർ നോട്ട്. TQM എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ളത് ആദ്യം ഡിസൈഡ് ചെയ്യണം. ഡിസൈഡ്സ് വെദർ ഓർ നോട്ട് ടു പെർസ്യൂ TQM പ്രോഗ്രാം. അതാണ് പ്രിപ്പറേഷൻ്റെ ആദ്യ പടി എന്നുള്ളത്. അങ്ങനെ കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണെങ്കിലോ ദെൻ ദേ അണ്ടർഗോ ഇനീഷ്യൽ ട്രെയിനിങ്. ഐഡൻറ്റിഫൈ ദ നീഡ്സ് ഫോർ ഔട്ട്സൈഡ് കൺസൾട്ടൻസ് ടു ഡെവലപ്പ് എ സ്പെസിഫിക് വിഷൻ ആൻഡ് ഗോൾസ്. Draft a corporate policy, commit the necessary resources and communicate the goals throughout the organization. But first of all, preparation stage we have to decide whether we need to introduce TQM in our organization or not. If we are going to introduce preparation first stage, നമ്മൾ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സകല സന്നാഹങ്ങളും റെഡിയാക്കുക എന്നുള്ളതാണ്. ഒരു ഇനീഷ്യൽ ട്രെയിനിങ് വേണം. ഔട്ട്സൈഡ് കൺസൾട്ടൻസിൻ്റെ ആവശ്യകത ഉണ്ടെങ്കിൽ അത് എൻഷുർ ചെയ്യണം. വിഷനും മിഷൻ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാഫ്റ്റ് കോർപ്പറേറ്റ് പോളിസി എന്തായാലും ഫോം ചെയ്യണം. അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ട റിസോഴ്സസിൻ്റെ ഒക്കെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യണം. ഇതൊക്കെയാണ് പ്രിപ്പറേഷൻ സ്റ്റേജ് TQMന് വേണ്ടിയിട്ട്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ഡ്രാഫ്റ്റഡ്. ഒരു TQM ഏതായാലും നമ്മൾ പ്രിപ്പയർ ചെയ്തു, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതൊരു ഡീറ്റെയിൽഡ് പ്ലാൻ വേണം, ഇൻക്ലൂഡിങ് ബഡ്ജറ്റ് ആൻഡ് സ്കെഡ്യൂൾ. ഇൻഫ്രാസ്ട്രക്ചർ, ഒരു TQM പൂർണ്ണമായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വേണം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെ പ്രോഗ്രാംസ് വേണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു പ്ലാനിങ് കൃത്യമായിട്ട് വേണം. പിന്നെ വേണ്ടത് ഒരു അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റ് ഈസ് ഡൺ ബൈ ദ കസ്റ്റമേഴ്സ് ഓർ ക്ലയൻറ്റ്സ്. ദിസ് സ്റ്റേജ് എംഫസൈസ് എ സെൽഫ് അസസ്മെൻറ്റ് വിത്ത് ഇൻപുട്ട്. ഈ അസസ്മെൻറ്റ് എവിടെ നിന്നാണ്, ആരുടെ നിന്നാണ് ഇൻപുട്ട് കിട്ടുക? ഫ്രം കസ്റ്റമേഴ്സ് ഓർ ക്ലയൻറ്റ്സ്.
based on the qualities and characteristics of individuals in the company as well as the company as a whole. ഒരു കമ്പനി മൊത്തത്തിലുള്ള അസസ്മെൻറ്റ് നടത്തുമ്പോൾ ആ കമ്പനിയിലുള്ള വർക്കേഴ്സ്, ആ കമ്പനിയിലുള്ള എംപ്ലോയീസ്, ആ കമ്പനി മൊത്തത്തിൽ എങ്ങനെയുണ്ട്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു അസസ്മെൻറ്റ് ഇൻപുട്സ് എവിടെ നിന്ന് കിട്ടുന്നു? കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, ക്ലയൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു. ഇതാണ് അസസ്മെൻറ്റ് സ്റ്റേജ് നടക്കുന്നത്. അടുത്ത സ്റ്റേജാണ് പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ. ആ ഒരു ഇത് ഇൻപുട്ട് കിട്ടിയ ശേഷം വേണം പ്രോപ്പറായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ നടത്താൻ ഈ TQMൻ്റെ. Okay, at this point the organization can already begin to determine its return on its investment in TQM. Return on its investment in TQM. It is during this phase that support personnel are chosen and trained and managers and workforce are trained. ഒരു പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ TQM കൃത്യമായിട്ട് നമ്മളുടെ കമ്പനിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ഫോഴ്സിനെയും മാനേജേഴ്സിനെയൊക്കെ കൃത്യമായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് കൃത്യമായിട്ട് നമ്മൾ TQM ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷനാണ്. ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ദിസ് സ്റ്റേജ് ദ മാനേജേഴ്സ് യൂട്ടിലൈസ് ദെയർ TQM എക്സ്പീരിയൻസസ് ആൻഡ് സക്സസ് ടു ബ്രിങ് ഗ്രൂപ്പ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ ഇൻ ടു ദ ക്വാളിറ്റി പ്രോസസ്. അപ്പോൾ ഈ പേഴ്സൺസ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ ആരൊക്കെയാണ്? ലൈക്ക് സപ്ലയേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പനീസ്. അങ്ങനെയുള്ള അതർ കമ്പനീസ് വിച്ച് ഹാവ് ആൻ ഇമ്പാക്റ്റ് ഇൻ അവർ കമ്പനി, അങ്ങനെയുള്ള സപ്ലയേഴ്സ്, അങ്ങനെയുള്ള ഇവരെയൊക്കെ ഈ ഔട്ട്സൈഡ് ഓർഗനൈസേഷനുള്ളവരെയും കൂടി ഈ TQMലേക്ക് മാനേജേഴ്സ് യൂട്ടിലൈസ് ദ TQM എക്സ്പീരിയൻസ് ആൻഡ് സക്സസ് ടു ബ്രിങ് ഗ്രൂപ്പ്സ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ ഇൻ ടു ദി ക്വാളിറ്റി പ്രോസസ്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ ഡൈവേഴ്സിഫിക്കേഷനിൽ വരുന്നത്. പ്രധാനമായിട്ടും ഡൈവേഴ്സിഫിക്കേഷൻ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ്, റിവാർഡിങ്, സപ്പോർട്ടിങ്, പാർട്ട്ണറിങ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആക്ടിവിറ്റീസ്. സോ ഓൾ ദീസ് ആർ ദി different stages in the implementation of TQM. Now we can see the steps in the implementation of TQM. The first and foremost one is obtain a CEO commitment. ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫുള്ളി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം കൃത്യമായിട്ട് TQM എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളത്. And educate the upper level management. Upper level management should be well educated regarding the TQM. Then only it can be implemented in a good way. And create a steering committee in order to check whether all is going well. Outline a vision statement and mission statement and guiding principles. ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും വേണം. അതിന് ഔട്ട്സൈഡ് കൺസൾട്ടൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മൾ നേടണം. Prepare a flow diagram of company process. Each and every process of the company is made as a flow diagram, so it can be easily understood by every person. Focus on owner or external customer and survey. ഒരു എക്സ്റ്റേണൽ കസ്റ്റമറിനെ കമ്പനിയുടെ ഓണറായിട്ട് തന്നെ കണ്ട് അവർക്ക് ഫോക്കസ് കൊടുക്കുക. അതേപോലെ തന്നെ കൺസിഡർ എംപ്ലോയി ആസ് ആൻ ഇൻറ്റേർണൽ കസ്റ്റമർ ഓർ ഓണർ. എംപ്ലോയിനെ ഒരു ഇൻറ്റേർണൽ കസ്റ്റമറായിട്ട് കണ്ട് അല്ലെങ്കിൽ ഒരു ഓണറായിട്ട് തന്നെ കണ്ട് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രൊവൈഡ് ക്വാളിറ്റി ട്രെയിനിങ് പ്രോഗ്രാം. Establish quality improvement team, implement process improvement, uses different tools of TQM, know the benefits of TQM. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ ടു യു. താങ്ക് യു.